ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പർ കമ്മലാണ്. നമുക്കിത് പലതരം ക്രിസ്റ്റൽ ബീഡ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ കമ്മൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. 0.5 mm എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ചെറിയ ബീഡ്, നമ്മുടെ ഇയർ ഹൂക്ക് എല്ലാം ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡാണ്. അപ്പോൾ ഞാൻ ഈ കളേഴ്സൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ, പിന്നെ ലൈറ്റ് ഒരു റോസ്, പിന്നെ റെഡ്, ഗ്രീൻ, ഇത്രയും കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന കളർ പോലെ ഇരിക്കും നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു കമ്മലിലേക്ക് നമ്മൾ 3 ബീഡ് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 6 ബീഡ് സെയിം കളറിൻ്റെ വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മളിത് ഇതുപോലെ ബീഡ്സ് കോർത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റാക്കി വെക്കാം. നമ്മുടെ ത്രെഡ് ആ ലാസ്റ്റ് ബീഡിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കഴിഞ്ഞാൽ കണ്ട അതുപോലെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ഊരിപ്പോവില്ല. എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വയ്ക്കും, പിന്നെ ആ ബീഡ്സ് മുഴുവനും ഊരിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് തുടങ്ങാം. അപ്പോൾ ത്രെഡ് നമുക്ക് ആവശ്യത്തിന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ്, അങ്ങനെ 3 ക്രിസ്റ്റൽ ബീഡാണ് കോർക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ രീതിയിലൊന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്രിസ്റ്റൽ ബീഡാണ് കോർക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ഗോൾഡൻ ബീഡിൽ അവസാനിപ്പിക്കുക. അപ്പോൾ അതങ്ങനെ വരിക, കാരണം അത് കൃത്യമായിട്ട് വട്ടം വരുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് വരേണ്ടത്. ഇനി ലാസ്റ്റിലൊരു ഗോൾഡൻ ബീഡും കൂടി കോർത്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ബീഡ്സിൻ്റെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഈ രീതിയിൽ വരണം. അത് ചുറ്റി വരുമ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടോ, ഫസ്റ്റ് ക്രിസ്റ്റൽ ബീഡ്, ലാസ്റ്റ് ഗോൾഡൻ ബീഡിൽ അവസാനിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ കോർത്ത ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ത്രെഡിനെ ഒന്ന് തിരിച്ചു കോർത്തിട്ട് ടൈറ്റാക്കി കൊടുക്കാം. എൻ്റെ 2 സൈഡിലെ ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു സൈഡിലെ ത്രെഡ് മറ്റേ സൈഡിൽ ലാസ്റ്റ് കോർത്ത ഗോൾഡൻ ബീഡിലൂടെ തന്നെ എടുക്കണം കേട്ടോ. മറ്റേ ക്രിസ്റ്റൽ ബീഡിലൂടെ എടുത്ത് കോർക്കരുത്. ഗോൾഡൻ ബീഡ് ഏത് സൈഡിലാണ് കോർത്തിരിക്കുന്നത് ആ ഗോൾഡൻ ബീഡിലൂടെ നമ്മുടെ ത്രെഡിനെ നമ്മളിതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചെടുക്കാം. ത്രെഡ് 2 സൈഡും ഒരേ രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ടൈറ്റാക്കി കൊടുക്കാം. ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങി നിൽക്കരുത്. അപ്പോൾ നമുക്കത് ഫുള്ള് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ 2 സൈഡും ഒരേപോലെ വരണം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഈ രീതിയിൽ റൗണ്ടിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കോർക്കേണ്ടത് ഒരു സൈഡിൽ, ഫസ്റ്റത്തെ കോർക്കുന്നത് ബുദ്ധിമുട്ടില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒരു ക്രിസ്റ്റൽ, കാരണം സെൻറ്ററിൽ നമുക്ക് അവിടെ ഗോൾഡൻ ബീഡ് ത്രെഡിൻ്റെ സെൻറ്ററിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ബീഡാണ് 2 സൈഡിലും കോർത്ത് വരേണ്ടത്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് ഒരു സൈഡിൽ കോർത്ത് നിർത്താം. ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം എന്താണ് കോർക്കേണ്ടത്? ക്രിസ്റ്റൽ ബീഡാണ്, കാരണം സെൻറ്ററിൽ നമുക്ക് ഗോൾഡൻ ബീഡ് നിൽക്കുന്നുണ്ട് ത്രെഡിൽ. അപ്പോൾ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്തു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ക്രിസ്റ്റൽ ബീഡിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗോൾഡൻ ബീഡ് കോർക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കോർക്കണം. ഒരു സൈഡിൽ 2 ക്രിസ്റ്റൽ ബീഡും ഒരു ഗോൾഡൻ ബീഡും, ഒരു സൈഡിൽ ഒരു ക്രിസ്റ്റൽ ബീഡും ഒരു ഗോൾഡൻ ബീഡും, ആ രീതിയിൽ വേണം കോർക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ വരും. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇരിക്കുന്ന ത്രെഡിനെ ഗോൾഡൻ ബീഡ് ഇരിക്കുന്ന ത്രെഡിലൂടെ തിരിച്ചു കോർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് പറയണ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, എളുപ്പമാണ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. പക്ഷേ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കോർക്കണേന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ 2 എണ്ണം നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബീഡ് കോർക്കേണ്ടതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വീണ്ടും ഒരു സൈഡിൽ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലാണ് 2 ബീഡ് വെച്ച് കോർത്ത് പോകുന്നത്. ഇനി നമുക്ക് വീണ്ടും ക്രിസ്റ്റൽ ബീഡ് തന്നെ കൊടുക്കാം, കാരണം സെൻറ്ററിൽ നമുക്ക് ഗോൾഡൻ ബീഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് നിർത്തുക. അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ക്രിസ്റ്റൽ ബീഡും ഒരു ഗോൾഡൻ ബീഡും കോർത്ത് നിർത്തുക. ഈ ഒരു രീതിയിൽ നമുക്കിത് ലാസ്റ്റ് വരെ കോർത്തെടുക്കണം. ലാസ്റ്റിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, ക്രിസ്റ്റൽ ബീഡ് നമ്മൾ കോർത്തു, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്തു. അപ്പോൾ ഇത് കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇത് ക്രിസ്റ്റൽ ബീഡ് ആയ കാരണം അതിനൊരു ഗ്ലേസിങ്ങും ഉണ്ട്. അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ കമ്മൽ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്മൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കമ്മൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. ഇതിനു മുമ്പും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഗോൾഡൻ ബീഡിലൂടെ തന്നെ വീണ്ടും ക്രോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലെ ത്രെഡിനെ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ കിട്ടി.
ലാസ്റ്റ് സെറ്റ് ബീഡ് വരുന്ന വരെ നമ്മൾ ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കുക. ഇനി ഞാൻ റെഡാണ് കോർക്കുന്നത്, റെഡും സെയിം രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കുക. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ ആ ഗോൾഡൻ ബീഡ് കോർക്കുന്നത് കോർക്കണ്ട. രണ്ട് സൈഡിൽ ക്രിസ്റ്റൽ ബീഡ് കോർക്കുക, ഒരു സൈഡിൽ ക്രിസ്റ്റൽ ബീഡ് മാത്രം കോർത്താൽ മതി, ഗോൾഡൻ ബീഡ് കോർക്കണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ നിങ്ങൾക്കത് ലാസ്റ്റിലൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ചെയ്തെടുക്കാൻ എളുപ്പമാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കമ്മലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടതൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കോർക്കണത് ശ്രദ്ധിക്കണം, കാരണം ആദ്യം ചെയ്ത രീതിയിലല്ല നമ്മൾ കോർക്കുക. ഇനി നമ്മളിതാ ഇതുപോലെ നിർത്തിയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് കോർത്ത് നിർത്തിയ ആ സൈഡ്, നമ്മുടെ ബ്ലൂ ബീഡ് ഫസ്റ്റ് കോർത്ത ആ സൈഡല്ല, ലാസ്റ്റ് കോർത്ത് നിർത്തിയ ആ ഒരു സൈഡ് ഭാഗത്ത് നമ്മളിതാ ഇതുപോലെ ഗ്രീനും അതുപോലെ ക്രിസ്റ്റൽ ബീഡും നമ്മുടെ ഗോൾഡൻ കളർ ബീഡും ഇട്ട് നിർത്താം. അതായത് ഇതുപോലെ നിർത്താം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡിലൂടെയാണ് നമ്മളിനി കോർക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ നിർത്തുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡിൽ നമ്മൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് കോർക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗോൾഡൻ ബീഡ് കോർക്കാൻ പാടില്ല. നമ്മുടെ ബ്ലൂ കളറ് നമ്മൾ ഫസ്റ്റ് കോർത്ത ആ ഒരു ബീഡ് ഉണ്ടല്ലോ, അതിലെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ വേണം ഇനി ത്രെഡ് കോർക്കാനായിട്ട്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ബീഡ് കോർക്കുക. അതിനുശേഷം എന്താ ഇതുപോലെ ആ ബ്ലൂ കളർ ബീഡിൻ്റെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിതുപോലെ കോർക്കുക. ഇതാ കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇനി നമ്മളൊരു ക്രിസ്റ്റൽ ബീഡും കൂടിയും അതേ സൈഡിൽ തന്നെ കോർത്ത് കൊടുക്കുക. പിന്നെ ഗോൾഡൻ ബീഡ് കോർക്കണ്ട, കാരണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗോൾഡൻ ബീഡ് കോർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു ക്രിസ്റ്റൽ ബീഡ് ആ ഒരു സൈഡിൽ തന്നെ കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ നമ്മൾ ആ ഒരു ക്രിസ്റ്റലും ഒരു ഗോൾഡനും കോർത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ഗോൾഡൻ ബീഡിലൂടെ നമ്മുടെ ഈ ഒരു ത്രെഡിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ മാത്രമാണ് ഇത്തിരി വ്യത്യാസപ്പെട്ട് കോർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇതുപോലെ കോർത്ത് നമുക്കതിനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കണ്ടത് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ കിട്ടും. നല്ല കളർ കോമ്പിനേഷനിൽ എടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഈ രണ്ട് ത്രെഡിലൂടെയും ഗോൾഡൻ കളർ ബീഡ് മാത്രം കോർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡിൽ 3, ഒരു സൈഡിൽ 3, അങ്ങനെ മൊത്തം 6 ബീഡ് കോർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ബീഡായിട്ട് തന്നെ കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 6 ബീഡ് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് കെട്ടി അതിനെ ഉറപ്പിക്കാം. നമ്മുടെ ഇയർ ഹൂക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് റിങ് ഇട്ട് ജസ്റ്റ് ഇവിടെ നമ്മൾ ബീഡ്സ് കോർക്കാണ്ട് കെട്ടി നിർത്തി സൈഡ് റിങ് ഇട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിലും ഭംഗി നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളർ ബീഡ് കോർത്ത് അവിടെ ഒരു റൗണ്ട് രീതിയിൽ വരും. അത് നമ്മളിത് കെട്ടി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബീഡ്സ് കോർത്ത് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ ബീഡ്സ് കോർത്തതിന് ശേഷം വേണം കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡിൻ്റെയും കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ബീഡ് തന്നെയല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക, കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് കെട്ടുക, അതിന് ശേഷം നമ്മളൊരു 2 തവണ കോർത്തതിന് ശേഷം കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മളിതിലൂടെ തന്നെ കോർക്കുക, അതിന് ശേഷം വലിക്കുക. ഇനി അത് ഊരിപ്പോയില്ല, നന്നായിട്ടൊന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ഉരുക്കി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ കെട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇടയിൽ ഇങ്ങനെ കുടുങ്ങി പോരുത്. അങ്ങനെ കുടുങ്ങി കഴിഞ്ഞാൽ കണ്ടോ ബീഡ്സ് തമ്മിൽ തെറ്റും. അപ്പോൾ അതൊന്ന് ഞാൻ കോർത്ത വഴിക്ക് ഒരു ബീഡ് അതിൻ്റെ ഇടയിൽ കയറി പിടിച്ചു. അപ്പോൾ ഞാനത് അഴിച്ചിട്ട് വീണ്ടും കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചിട്ട് കെട്ടുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ ഇയർ ഹൂക്കിനെ നമുക്ക് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ സൈഡ് റിങ് ഇട്ടായാലും കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് നമുക്ക് ലെങ്ത്തിലൊന്നും കിടക്കില്ല. അപ്പോൾ ഒരു ചെറിയ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വലിയ കമ്മലിടാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് വലിപ്പമില്ല, എന്നാൽ അത്ര ചെറുതുമല്ല, ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ കമ്മൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബീഡ്സിനെ നമുക്ക് വേണമെങ്കിൽ ത്രെഡിനെ നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തി കൊടുക്കാം. അപ്പോൾ പിന്നെ അത് ഒട്ടും വിട്ടുപോയില്ല. ഇനി നമുക്ക് നമ്മുടെ ഇയർ ഹൂക്കിന് ഇതിലേക്ക് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കമ്മൽ വരുന്നത്. അവിടെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരും. കണ്ടോ. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ആ ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇയർ ഹൂക്കിന് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇയർ ഹൂക്കിൻ്റെ അടിയിൽ ആ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കമ്മൽ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ മോഡലുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ 2 കമ്മലും കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ആ 2 കമ്മൽ നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ കളറുകൾ നല്ല മാച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.